ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും എല്ലാവർക്കും ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. 4-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ക്രിസ്തു ഒരു എന്താ പറയുക, ഒരു അലോഗറിക്കലായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പഴയ നിയമത്തിലെ ഒരു ഉദാഹരണത്തെ എടുത്തിട്ട് പുതിയ നിയമത്തിലെ സത്യം വെളിപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് ഉപയോഗിച്ചിരുന്ന ദൃഷ്ടാന്തം എന്ന് പറയുന്നത് അബ്രഹാമിന്റെ ദൃഷ്ടാന്തമായിരുന്നു. അവിടെ നമ്മൾ 5 കോൺട്രാസ്റ്റുകൾ കണ്ടു. അവിടെ അബ്രഹാമിന്റെ ഭാര്യയായ സാറായിയും മിസ്രൈമ്യ ദാസിയായിരുന്ന ഹാഗാറിനെയും കണ്ടു. സാറ എന്ന് പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന്റെ എക്സാമ്പിളും ഹാഗാർ എന്ന് പറയുന്നത് സ്ലേവറിയുടെ എക്സാമ്പിളുമായിട്ട് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കണ്ട വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെയും ഹാഗാറിൽ നിന്ന് ജനിച്ച ജഡപ്രകാരമുള്ള സന്തതിയായ ഇസ്മായിലിനെയും കണ്ടു. പിന്നെ നമ്മൾ അത് കണ്ടത്, അത് കഴിഞ്ഞ് നമ്മൾ 2 ഡെസ്റ്റിനേഷൻ കണ്ടു. ന്യൂ ജെറുസലേമും പുതിയ നിയമത്തിന്റെ ആ ഒരു ആത്മീക നമ്മൾ ഒരു പ്രത്യാശയ്ക്കായി കാത്തിരിക്കുന്നില്ലേ, ആ ഒരു പ്രത്യാശയുടെ ഉറവിടമായ ന്യൂ ജെറുസലേമും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജെറുസലേമായ ഒരു എർത്ത് അല്ലെങ്കിൽ യെരുശലേം എന്ന് നമുക്ക് പറയാം, ഭൂമിയിലെ യെരുശലേം. പിന്നെ നമ്മൾ കണ്ടത് കുറച്ച് സന്തതികൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട വാഗ്ദത്ത പ്രകാരം അനേകം സന്തതികൾ ഉണ്ടാകുമെന്ന് കണ്ടു. പിന്നെ നമ്മൾ 5-ാമതായിട്ട് കണ്ടത് വാഗ്ദത്ത പ്രകാരമുള്ള സന്തതിയെ ജഡപ്രകാരമുള്ള സന്തതി ഉപദ്രവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമ്മള് അബ്രഹാമിന്റെ ഭാര്യയായ സാറായിലൂടെയും അതുപോലെ തന്നെ മിസ്രൈമദാസിയായ ഹാഗാറിലൂടെയും ചില ആത്മീക പാഠങ്ങളാണ് പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണെങ്കിലും ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. ഹാഗാർ പ്രതിനിധീകരിക്കുന്നത് സീനായി പർവ്വതത്തിലൂടെ ദൈവം ചെയ്ത പഴയ ഉടമ്പടി, അതുപോലെ തന്നെ സാറ പ്രതിനിധീകരിക്കുന്നത് ക്രിസ്തുവിലൂടെയുള്ള പുതിയ ഉടമ്പടി. അപ്പം ഹാഗാർ പ്രതിനിധീകരിക്കുന്ന ദൈവം സീനായി പർവ്വതത്തിൽ വെച്ച് കൊടുത്ത പഴയ ഉടമ്പടിയെയും സാറ പ്രതിനിധീകരിക്കുന്നത് ക്രിസ്തുവിലൂടെയുള്ള പുതിയ ഉടമ്പടിയും. ഹാഗാർ നമുക്കറിയാം ഒരു അടിമ പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് അവളുടെ സന്തതി എന്ന് പറയുന്നത് അബ്രഹാമിന് ദൈവം വാഗ്ദത്ത പ്രകാരം കൊടുത്ത സന്തതിയല്ല, ജഡപ്രകാരം ജനിച്ച സന്തതിയാണ് നമ്മൾ കണ്ടു. മോശയുടെ ന്യായപ്രമാണത്തിന്റെയും അതുപോലെ തന്നെ ഉടമ്പടി ലഭിച്ച സീനായ് പർവ്വതത്തിന്റെയും അതുപോലെ തന്നെ പഴയ ഉടമ്പടിയുടെ കേന്ദ്രമായിരുന്ന യെരുശലേമിന്റെയും പ്രതീകമാണ് ഹാഗാർ എന്ന് പറയുന്നത്. ഹാഗാർ എന്ന് പറയുന്നത് നമ്മൾ വിശദമായിട്ട് പഠിച്ചാണ്. മോശയുടെ ന്യായപ്രമാണത്തിന്റെ പ്രതീകമാണ് ഹാഗാർ. അതുപോലെ ഉടമ്പടി ലഭിച്ച സീനായ് പർവ്വതത്തിന്റെ പ്രതീകമാണ് ഹാഗാർ. അതുപോലെ തന്നെ ഈ പഴയ ഉടമ്പടിയുടെ കേന്ദ്ര ബിന്ദുവായിരുന്ന യെരുശലേമിന്റെയും പ്രതീകമായിട്ടാണ് നമ്മൾ ഹാഗാറിനെ കാണുന്നത്. നമ്മൾ പഠിച്ചു ഈ പഴയ നിയമ ഉടമ്പടി എന്ന് പറയുന്നത് ബന്ധനത്വത്തിന്റെയും അടിമത്വത്തിനെയും, ഈ പഴയ നിയമ ഉടമ്പടിയിലൂടെ നൽകുന്ന ബന്ധനവും അടിമത്വവുമാണ് നമ്മൾ കണ്ടു. സാറ പുതിയ നിയമത്തിന്റെ ഉടമ്പടി ആത്മീക യാഥാർത്ഥ്യമായ പുതിയ യെരുശലേം പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു. അപ്പം പുതിയ നിയമത്തിന്റെ ഉടമ്പടിയെ പ്രതിനിധാനം ചെയ്യുന്നു. അതുപോലെ തന്നെ പുതിയ നിയമ ഉടമ്പടിയുടെ ആത്മീക യാഥാർത്ഥ്യം. കാരണം പഴയ നിയമ നിഴലും പഴയ നിയമ നിഴലും പുതിയ നിയമം പൊരുളുമാണ്. നമ്മളൊരു ഒരു പുതിയ യെരുശലേമിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പൊ അത് സ്വതന്ത്രയാണ്. ആ സ്വതന്ത്രയായ സാറ പ്രതിനിധീകരിക്കുന്നതാണ് പുതിയ യെരുശലേം എന്ന് നമ്മൾ കണ്ടു. അവിടെ ബന്ധനമോ അതുപോലെ തന്നെ അടിമത്വമോ ഇല്ല. ഇപ്പോൾ നമ്മൾ പുതിയ നിയമ വിശ്വാസികൾ നമ്മൾ എല്ലാവരും ആ പുതിയ യെരുശലേമിനോടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ കണ്ടത് അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ദൈവം ഇസഹാക്കിനെ അബ്രഹാമിന് നൽകി. വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. യാതൊരു വിധത്തിലും 99 വയസ്സായ അബ്രഹാമിന് യാതൊരു വിധത്തിലും പുത്രസന്താനത്തിനുള്ള ഒരു വഴികളും ഇല്ലാതിരുന്നു. അവിടെ പറയുന്നു മൃതപ്രായവനായിരുന്നു പറയുന്നു. അതുപോലെ തന്നെ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും എന്നാ പറയുന്നത്. അപ്പം ഒരു ചാൻസും ഇല്ലായിരുന്ന സ്ഥലത്തെ
ദൈവം യിസ്ഹാക്കിനെ നൽകി. അത് ദൈവവചനത്തിന്റെ ജീവൻ നൽകുന്ന അത്ഭുത പ്രവൃത്തിയാലാണ് യിസ്ഹാക്ക് ഉണ്ടായത്. ദൈവം പറഞ്ഞു, അത് സംഭവിച്ചു. ദൈവവചനം, ദൈവത്തിന്റെ വാക്കിന്റെ അത്ഭുത പ്രവൃത്തിയാലാണ് യിസ്ഹാക്ക് ജനിച്ചത്. ആദ്യം അങ്ങനെയല്ലേ? ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. അതേ വചനത്താൽ അബ്രഹാമിനും സാറയ്ക്കും മക്കൾ ഉണ്ടാകുവാൻ യാതൊരു സാഹചര്യവും ഇല്ലായിരുന്ന സമയത്തെ ദൈവം പറഞ്ഞു, നിനക്ക് ഞാനൊരു വാഗ്ദത്ത സന്തതിയെ നൽകും. ആ ദൈവത്തിന്റെ അത്ഭുതമായ വചനത്തിന്റെ പ്രവൃത്തിയാലാണ് യിസ്ഹാക്ക് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ദൈവ മക്കൾ പുതുജീവൻ പ്രാപിക്കുന്നതും അബ്രഹാമിന്റെ ആത്മീക സന്തതികളാകുന്നതും അതേ വചനത്താലാണ്. അതാണ് നാം പറയുന്നത് വാഗ്ദത്ത പ്രകാരമുള്ള സന്തതി. നാമും വാഗ്ദത്ത പ്രകാരമുള്ള സന്തതികളാണ്. അത് കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് അതെല്ലാം പഠിച്ചതല്ലേ? കെടാത്തതിനാലാണ് നാം പുതുജീവൻ പ്രാപിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് ജഡപ്രകാരം ജനിച്ച ഇസ്മായേൽ വാഗ്ദത്ത പ്രകാരം ജനിച്ച യിസ്ഹാക്കിനെ പരിഹസിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും അത് തന്നെയാണ് കാണുന്നത്. ആത്മീയ ഗോളത്തിൽ സംഭവിക്കുന്ന വിശ്വാസികളെ ഉപദ്രവിക്കുന്നതായിട്ട്. എന്നും വിശ്വാസികൾക്കെതിരെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കെതിരെ പീഡനം ഉണ്ടാകുന്നുവെന്ന് നമ്മൾ കാണുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് നമ്മള് 30-ാമത്തെ വാക്യമാണ്. 30-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 30-ാമത്തെ വാക്യം വായിക്കാം. തിരുവഴുത്തോ എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകയില്ല. ഓക്കെ, നമ്മള് ദാസിയെയും മകനെയും പുറത്താക്കി കളക എന്ന് പറയുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണ് നമ്മൾ അവിടെ അത് കാണുന്നത്. പൗലോസ് അത് ഇവിടെ ഉദ്ധരിച്ചിരിക്കുകയാണ് കാണുന്നത്. നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 21-ന്റെ 8 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. 8 മുതലുള്ള വാക്യങ്ങൾ. പൈതൽ വളർന്നു, മുലകുടി മാറി. യിസ്ഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചപ്പോൾ അവിടെ യിസ്ഹാക്ക് ഇസ്മായിലിനെ പരിഹസിക്കപ്പെട്ടു. നമ്മൾ കണ്ടു. മിസ്രയീമ്യ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ട അബ്രഹാമിനോട്, ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളക. ഈ ദാസിയുടെ മകൻ എന്റെ മകൻ യിസ്ഹാക്കിനോട് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി. എന്നാൽ ദൈവം അബ്രഹാമിനോട്, ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്ക. യിസ്ഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നു. അപ്പൊ ഇവിടെ സാറ ഇസ്മായേൽ യിസ്ഹാക്കിനെ പരിഹസിക്കുന്നു. അത് വെറുതെയുള്ള പരിഹാസമായിരുന്നില്ല, ഒരു വലിയ വിരുന്ന്. കാരണം അന്ന് യിസ്ഹാക്കിന് 3 വയസ്സും ഇസ്മായേലിന് 14 വയസ്സുമുള്ള സാഹചര്യം. യഹൂദ പാരമ്പര്യത്തില് മുലകുടി ഗർഭീൻ ചെയ്യുന്ന അവസരത്തില് ഇങ്ങനെ ഒരു വലിയൊരു വിരുന്ന് അവർ നടത്താറുണ്ട്. ആൾക്കാരെ, ഒത്തിരി ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി വലിയൊരു വിരുന്ന്. ആ വലിയ വിരുന്നിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് യിസ്ഹാക്ക് പരിഹസിക്കപ്പെട്ടു. അപ്പൊ അത് സാറയ്ക്കൊട്ടും സഹിച്ചില്ല. അപ്പൊ സാറ അബ്രഹാമിനോട് പറഞ്ഞു, ഇതെല്ലാം ആ ദാസിയും മകനും കാരണമാണ്, ദാസിയെ പുറത്ത് ആക്കി കളക എന്ന് പറഞ്ഞു. അബ്രഹാം പക്ഷെ എന്തോ ചെയ്ത്, അബ്രഹാമിന് ഇപ്പൊ ഹാഗാറിന്റെ മകളാണെങ്കിലും അബ്രഹാമിന്റെ മകനല്ലേ. അപ്പൊ അബ്രഹാം ഇത്രയും നാള്, യിസ്ഹാക്ക് ഇപ്പോഴല്ലേ വന്നത്, ആ ഇസ്മായിലിനെ ഇത്രത്തോളം സ്നേഹിച്ചു കഴിഞ്ഞപ്പോ അബ്രഹാമിന് മനസ്സായില്ല. പക്ഷെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ സാറ ചെയ്തതുപോലെ, സാറ പറഞ്ഞതുപോലെ ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ വിചാരിക്കും ദൈവം ഇത്രയും ക്രൂരനാണോ അല്ലേ? പക്ഷെ അതല്ലായിരുന്നു കാര്യം. പക്ഷെ അബ്രഹാം എന്ത് ഒരു ഹാഗാറിനെയും ആ കുഞ്ഞിനെയും കൂടെ ഇറക്കി വിട്ടപ്പോൾ അബ്രഹാം ഒരു തുരുത്തി വെള്ളവും കുറച്ച് ഭക്ഷണവുമായിട്ടാണ് വിട്ടത്. പക്ഷെ നമുക്കറിയാം എത്ര കാലം ഉണ്ടായിരുന്നു അബ്രഹാം കൊടുത്തു വിറ്റ ആ തുരുത്തിയിലെ വെള്ളവും ആ ഭക്ഷണവും എന്ന്, അല്ലേ? പക്ഷേ ഹാഗാറിന്റെ കുറ്റമാണോ അവളെ പുറത്തിറക്കി കളയാൻ കാരണം? ഒരിക്കലുമല്ല. നമ്മൾ ഈ
എന്നാൽ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാ ദൈവം ഹാഗാറിനെ സംരക്ഷിച്ചതെന്ന് നോക്കാം. ദൈവം ക്രൂരനായ ദൈവമല്ല, താൻ സൃഷ്ടിച്ച എല്ലാവരോടും ദയയും കരുണയുള്ള ദൈവമായി. ഇവിടെ ഈ സാഹചര്യത്തിൽ അപ്പം ദാസിയെയും പുത്രനെയും പുറത്താക്കി കളയുന്നതായിരുന്നു ആവശ്യം. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞത്. എങ്കിലും ആ ഹാഗാറിനെയും അവളുടെ പൈതലിനെയും ദൈവം സംരക്ഷിച്ചതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 21:13 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ദാസിയുടെ മകനെയും ഞാൻ ഒരു ജാതിയാക്കും, അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് അരുളി ചെയ്തു. അബ്രഹാം അതികാലത്തെഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വച്ചു കുട്ടിയെയും കൊടുത്തു അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബർഷേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. അപ്പൊ അബ്രഹാമിന്റെ മനസ്സ് നമുക്ക് നോക്കണം. ഭയങ്കര വിഷമത്തോടെയാണ് സ്വന്തം മകനെ ഇറക്കി വിടുന്ന ഒരവസ്ഥ അല്ലെ. നമ്മൾ പലപ്പോഴും അതൊന്നും ചിന്തിക്കാറില്ല. ആ അവസ്ഥയിലാണ് അബ്രഹാം ഇറക്കി വിട്ടത്. 17-ാമത്തെ വാക്യം നോക്കിയേ. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്നും ഹാഗാറിനെ വിളിച്ചു അവളോട്, ഹാഗാറെ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി കേട്ടിരിക്കുന്നു. ദൈവം അവളുടെ 19-ാമത്തെ വാക്യം. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീറുറവ് കണ്ടു, ചെന്ന് തുരുത്തി വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. 20-ാമത്തെ വാക്യം നോക്കിയേ. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ മരുഭൂമിയിൽ പാർത്തു, മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. അപ്പൊ ആ ബാലനോട് കൂടെ ഉണ്ടായിരുന്ന ഒരു ദൈവം, അവൻ മുതിരുന്നത് വരെ ദൈവം ഹാഗാറിനെയും പൈതലിനെയും മരുഭൂമിയിൽ സംരക്ഷിച്ചു. പക്ഷെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഇഴക്കി കളയാൻ പറഞ്ഞ ദൈവം ക്രൂരനായ ദൈവമല്ല. ദൈവം ഹാഗാറിനെയും പൈതലിനെയും സംരക്ഷിച്ചതായിട്ടാണ് ഇവിടെ കാണുന്നത്. നമുക്കറിയാം ഹാഗാറിന്റെ ചരിത്രത്തിൽ 2 പ്രാവശ്യം ഇങ്ങനെയുള്ള ഇറങ്ങിപ്പോക്കുണ്ടായി അല്ലേ. ആദ്യം പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് സാറയോട് എതിർത്തത് മൂലം സാറ ഇറങ്ങിക്കളയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ 2 പ്രാവശ്യവും അബ്രഹാമിന്റെ ഭവനത്തിൽ ജീവിച്ച ഹാഗാറ് ദൈവത്തിന്റെ ശബ്ദം കേട്ട് അനുസരിക്കുകയാണ് ചെയ്തത് അല്ലേ. ആദ്യത്തെ പ്രാവശ്യം ഹാഗാറിനോട് പറഞ്ഞു, നീ വീട്ടിൽ പോയി അടങ്ങി പാർക്ക എന്ന് പറഞ്ഞല്ലേ. ഹാഗാർ അതുപോലെ ചെയ്തു. 2-ാമത്തെ പ്രാവശ്യവും ബാലനെ സംരക്ഷിക്കാൻ ഹാഗാറ് ദൈവത്തിന്റെ വിളി കേട്ടു ദൈവം പറഞ്ഞിടത്തോട്ട് നോക്കി. പക്ഷേ നോക്കിയേ, അനുസരിച്ച ഹാഗാറിന് ഒരു പ്രശ്നം ഉണ്ടായില്ല. അവളൊന്നും ചെയ്തില്ല, അവളൊന്നും തെറ്റ് ചെയ്തില്ല. അത് സാറയുടെ പദ്ധതി പ്രകാരം ആ ഹാഗാറിന് ഇസ്മായിൽ ഉണ്ടായത് തന്നെ. പക്ഷെ അനുസരിച്ച ഹാഗാറിനെ ആ മരുഭൂമിയിലെ പൈതൽ വളരുവോളം ദൈവം കാത്തു സൂക്ഷിച്ചു. പക്ഷെ ഇവിടെ കോണ്ടെക്സ്റ്റ് അതല്ല. 2 പ്രാവശ്യം ദൈവം പറഞ്ഞത് അനുസരിച്ചത് എങ്കിലും, പക്ഷെ ഇവിടെ ഇഷ്മായേലും ഐസക്കും ഒരുമിച്ച് താമസിച്ചാൽ അത് ഐസക്കിന്റെ ജീവന് ഹാനികരമാണ്. അതുകൊണ്ട് ദൈവം വാഗ്ദത്ത സന്തതിയെ സൂക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ആവശ്യമെന്ന് പറയുന്നത് ഇസഹാക്കിനെ സംരക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇസ്മായിലിനെ നീ പുറത്താക്കി കളക എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഇസ്മായിലിനെ അബ്രഹാം പുറത്താക്കി കളയുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ പോൾ പറയുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുകയാണ്. പൗലോസ് നമ്മളോട് പറയുന്ന എന്താ, ഗലാത്യ വിശ്വാസികളോട് പറയുന്ന കൃപയും ന്യായപ്രമാണവും തമ്മിൽ ഒരിക്കലും കൂട്ടിച്ചേർക്കരുത്. ഒരിക്കൽ ക്രിസ്തുവിലേക്ക് വിശ്വസിച്ച് വന്നവർ, അടിമത്തത്തിൽ നിന്നും വന്നവർ, ജാതികളായിരുന്നവർ വേറെ അടിമത്തത്തിലായിരുന്നു. അങ്ങനെയുള്ളവർ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും വേറൊന്നിന് അടിമപ്പെടുവാനായിട്ട് പോവുക അല്ലെ. ന്യായപ്രമാണവും അടിമത്തത്തിലാണ് കിടക്കുന്നത്. ഹാഗാറിന്റെ പ്രതീകമാണ് അത്. ഇപ്പോഴും അടിമത്തത്തിൽ തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ ദൈവം വാഗ്ദത്ത സന്തതിയെ സംരക്ഷിക്കാൻ വേണ്ടി ജഡപ്രകാരമുള്ള സന്തതിയെ പുറത്താക്കി കളഞ്ഞു. അതുപോലെ തന്നെ ദൈവം വാഗ്ദത്തം ചെയ്ത് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി വേറൊരു പ്രമാണത്തിലേക്ക് നാം പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഒരിക്കൽ പഴയ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ അടിമത്തത്തിലായിരുന്നു, അവിടുന്ന് ക്രിസ്തു നിങ്ങളെ വീണ്ടെടുത്തു. ഇപ്പോൾ നിങ്ങൾ വേറൊരു അടിമത്തത്തിലേക്ക് പോകുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ ന്യായപ്രമാണം അവരനുസരിക്കാനായിട്ട് ശ്രമിച്ചു. ഇവിടെ പറയുന്നുണ്ട്, പരിച്ഛേദന ഏറ്റുകൊണ്ട് ക്രിസ്തുവിനെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് പറഞ്ഞു. അതുവഴി ചില പരിച്ഛേദന ഏൽക്കുവാനായിട്ട്
ഇടയായി തീർന്നു, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ വേറെ എന്തെങ്കിലുമൊക്കെ അനുസരിക്കാൻ ഇടയായി തീർന്നു. അവരോട് പറയുകയാണ്, നിങ്ങളുടെ ജഡിക പരിശ്രമങ്ങളാൽ ഒന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് രക്ഷ കിട്ടിയത്. നിങ്ങൾ എന്തെങ്കിലും ഇനി പരിശ്രമിച്ചാലും നിങ്ങൾ ആ കൃപയിൽ നിന്ന് വീണു പോകാനായിട്ട്, നിങ്ങൾ വീണ്ടും വേറൊരു അടിമത്വത്തിലേക്ക് ആകുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. അപ്പം ദൈവം പൗലോസ് വലിയൊരു ആത്മീക സത്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്, അല്ലേ? ഒരിക്കലും നമുക്ക് കൃപയും ന്യായപ്രമാണവും കൂടി കൂട്ടിച്ചേർക്കാനായിട്ട് ഒക്കെയില്ല. ഏതെങ്കിലും ഒന്ന് മാത്രമേ ആകാവൂ, രണ്ടും കൂടെ ഒരിക്കലും ആകില്ല. ഒന്നേ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അടിമത്തം. ഇതിന്റെ ഇടയ്ക്ക് വേറെ ഒന്നുമില്ല. ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചോ വീണ്ടും ഒരു അടിമത്വത്തിലേക്ക് പോകുവാനായിട്ട് കഴിയില്ല. ക്രിസ്തുവിലൂടെ സ്വാതന്ത്ര്യം അനുഭവിച്ച ആ സ്വാതന്ത്ര്യത്തിന്റെ നിലനിൽക്കുക എന്നതാണ് പൗലോസ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം. നമുക്ക് മത്തായി സുവിശേഷം 8:12 ജഡത്തെ സേവിക്കുന്നവരുടെ അവസാനം കാണുവാനായിട്ട് കഴിയും. കാരണം ഇവിടെ ഗലാത്യ വിശ്വാസികൾ ക്രിസ്തുവിലേക്ക് വന്നത് ആ നിത്യനാശത്തിൽ നിന്ന് അവരെ വീണ്ടെടുത്ത നിത്യജീവന്റെ അവകാശത്തിലേക്ക് കൊണ്ടുവന്നവർ വീണ്ടും നിത്യനാശത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് വായിക്കാം മത്തായി സുവിശേഷം 8:12. മത്തായി സുവിശേഷം 8:12 രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പം ജഡത്തെ സേവിക്കുന്നവരുടെ അവസ്ഥ അതാണ്. അതുപോലെ നമുക്ക് മത്തായി സുവിശേഷം 22:12, 13, 14 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. മത്തായി സുവിശേഷം 22:12, 13, 14 വാക്യങ്ങൾ. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ട് തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അവിടെ കല്യാണ വസ്ത്രം ഇല്ല എന്ന് പറഞ്ഞ് അവിടെ രാജാവ് എല്ലാവർക്കും കല്യാണ വസ്ത്രം അകത്ത് വരുവാൻ കൊടുത്തതാണ്. പക്ഷെ അവൻ അവിടെ കല്യാണ വസ്ത്രം ഇല്ലാതെ അകത്ത് വന്നപ്പോൾ അവന്റെ അവസാനം എന്തുവാ? കരച്ചിലും പല്ലുകടിയും. അത് നിത്യനരകത്തെയാണ് അവിടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ അർത്ഥമാക്കുന്നത്. പക്ഷെ ആത്മാവിൽ നടത്തപ്പെടുന്നവരുടെ അനുഗ്രഹത്തെ കുറിച്ച് മർക്കോസ് 10:30 പറയുന്നുണ്ട്. ആത്മാവിലാൽ നടത്തപ്പെടുന്നവരുടെ അനുഗ്രഹം ഞാൻ വായിക്കാം. ഈ ലോകത്തിൽ, മർക്കോസ് 10:30, ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുമാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവർ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ അവസാനം എന്തുവാ? ഇപ്പോൾ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ. പലരും പറയുന്ന ക്രിസ്തുവിനെ അനുഗമിക്കും ഉപദ്രവങ്ങളൊന്നുമില്ല, നല്ല സുരക്ഷിതമായ മാർഗം. കർത്താവ് പറഞ്ഞിട്ടൊന്നും അല്ല, ഉപദ്രവങ്ങളോട് കൂടെയാണ് 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും. അന്ന് പറഞ്ഞത് തന്നെ, അന്ന് ക്രിസ്തുവിലേക്ക് വിശ്വസിച്ച പലരും അമ്മമാരെ നഷ്ടപ്പെട്ടവരുണ്ട്, അപ്പന്മാരെ നഷ്ടപ്പെട്ടവരുണ്ട്, മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവരുണ്ട്. ക്രിസ്തുവിന് വേണ്ടി അവർ വില കൊടുത്തിറങ്ങിയപ്പോൾ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഉപദ്രവങ്ങളോടും കൂടെ, അന്ന് ഉപദ്രവം സഹിച്ചവരാണ്, 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും എല്ലാം ദൈവം തരുമെന്ന് പറയുന്നുണ്ട്. അപ്പം ദൈവം നമ്മളെ എല്ലാവരെയും ദൈവത്തിന്റെ മക്കളാകുവാൻ കൃപ തന്നു, നിത്യജീവന്റെ അവകാശത്തിലേക്ക് ആക്കി തീർക്കുകയാണ് ചെയ്തത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മൾ പറയും പലരെയും ദൈവം തെരഞ്ഞെടുത്ത്. ഇവിടെ നമ്മൾ കണ്ട് വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. നമ്മൾ പലപ്പോഴും വിചാരിക്കും, എന്താ ദൈവം അവരോട് അങ്ങനെ ചെയ്ത, ദൈവം ഇങ്ങനെ എന്താ ഇവരോട് ചെയ്യുന്നത്? പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, നമുക്ക് എപ്പോഴും ഓർത്ത് സന്തോഷിക്കാനും ദൈവത്തിന് സ്തോത്രം പറയാനും, കർത്താവെ എന്നെയും തെരഞ്ഞെടുത്തതിനായി ദൈവത്തിന് സ്തോത്രം. അല്ലേ? നമ്മള് എവിടെ പോകേണ്ടവരായിരുന്നു അവരെന്നൊക്കെയും ദൈവം നമ്മെ വെടിവെച്ചു. ഗലാത്യ വിശ്വാസികളും അതുപോലെ തന്നെ നിത്യരാജ്യത്തിന് ആക്കിയ അവരെ വീണ്ടും ഒരു അടിമത്തത്തിലേക്ക് പോകുന്ന അവസ്ഥയിലാക്കെ ആയിത്തീർന്നെ. 1 പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിച്ചവർ, ഇപ്പോഴോ കരുണ ലഭിക്കാത്തവരായിരുന്നു നമ്മൾ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ എന്ന് പറയുന്നുണ്ട്. 1-2 വാക്യം, പത്രോസിന്റെ ലേഖനത്തിൽ 1-2 വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. 1 പത്രോസ് 4:12 വാക്യം, 12 വാക്യം. പ്രിയമുള്ളവരെ,
പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിക്കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. തുടർന്ന് പറയുന്ന 15ഉം 16ഉം, നിങ്ങൾ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അത്രേ ചെയ്യേണ്ടത്. നമുക്കിനി അടുത്ത വാക്യത്തിലേക്ക് പോകാം. തിരുവെഴുത്തോ എന്ത് പറയുന്നു? ദാസിയെയും പുത്രനെയും പുറത്താക്കി കളക. എന്തുകൊണ്ട്? വാഗ്ദത്ത സന്തതിയോടുകൂടെ അവിടെ ആ ജഡപ്രകാരമുള്ള സന്തതി താമസിച്ചാൽ വാഗ്ദത്ത സന്തതിയുടെ ജീവന് ഹാനികരമാണ്. അതുകൊണ്ടാണ് പുറത്താക്കി കളയുവാനായിട്ട് പറയുന്നത്. ഓക്കെ, നമുക്ക് 31-ാമത്തെ വാക്യം. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. നമ്മളും ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളാണ്. ക്രിസ്തുവിനാൽ ദൈവശക്തിയാൽ ഇസഹാക്കിനെ പോലെ ജനിക്കപ്പെട്ടവരാണ് നാം. ആ ക്രിസ്തുവിലൂടെയുള്ളവർ ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളാണ്. അപ്പം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പം മനുഷ്യന് അതിലൊരു പങ്കുമില്ല. ദൈവത്തിന്റെ പരമാധികാരമാണ് എല്ലാത്തിലും മുഖ്യമായിട്ടുള്ളത്. നമുക്ക് റോമാലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുള്ള ആ ദൈവത്തിന്റെ ധനം, അറിവ്, ജ്ഞാനം എന്നിവയുടെ ആഴമേ എന്ന് പറയുന്നുണ്ടല്ലേ. അതുകൊണ്ട് നമ്മളെയും തെരഞ്ഞെടുത്ത ദൈവത്തിന് സ്തോത്രം. നമ്മള് കർത്താവിന്റെ നീതി ലഭിച്ചവർ, ആ നീതിയുടെ അവകാശികൾ നമ്മൾ ആയവരാണ്. നമ്മള് കർത്താവിനെ അനുസരിക്കുക, അനുഗ്രഹം പ്രാപിക്കുക, വിശ്വാസത്താൽ നാം പ്രാപിച്ചവരാണ്. അതിൽ തന്നെ നാം നിലനിൽക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോകാം. അടുത്ത 5-ാം അധ്യായം. 5-ാം അധ്യായം 1-ാം വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പൊ ഗലാത്യ ക്രിസ്ത്യാനികളോട് പറയുകയാണ്, സ്വാതന്ത്ര്യത്തിനായിട്ടാ നിങ്ങളെ ക്രിസ്തു സ്വതന്ത്രരാക്കി. വീണ്ടും വേറൊരു അടിമത്തത്തിലേക്ക് പോകുവാനല്ല നിങ്ങളെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ ഉറച്ചു നിൽപ്പിൻ. അന്ന് അവരോട് പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മോടും കൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, എല്ലാ വിധത്തിലും അടിമകളായിരുന്നു നമ്മളെ. അവര് ന്യായപ്രമാണത്തിന് അടിമകളായിരുന്നു. നമ്മളുടെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പാപത്തിന് അടിമകളായിരുന്നു, മരണത്തിന് അടിമകളായിരുന്നു, നമ്മുടെ ജഡത്തിന് അടിമകളായിരുന്നു, നമ്മുടെ മോഹങ്ങൾക്ക് അടിമകളായിരുന്നു, നമ്മുടെ സ്വയത്തിന് അടിമകളായിരുന്നു. എങ്ങനെ വേണമെങ്കിലും പറയാം, എല്ലാ കാര്യത്തിലും അടിമകളായിരുന്നു. നമ്മെ ദൈവം സ്വതന്ത്രരാക്കി. അപ്പൊ ക്രിസ്തു ഇവിടെ പറയുന്നു, സ്വതന്ത്രത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അപ്പൊ ക്രിസ്തു സ്വതന്ത്രരാക്കി എന്തിനാണ്? സ്വതന്ത്രരായിരിക്കാനാണ്. വീണ്ടും അടിമനുഖത്തിലേക്ക് പോകുവാനല്ല, എപ്പോഴും സ്വതന്ത്രരായി ജീവിക്കാനാണ് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അപ്പൊ ക്രിസ്തുവിലുള്ളവർ അത് മനസ്സിലാക്കിയും അതിനെ ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യണം എന്നതാണ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം. അവർക്കെല്ലാം അറിയാം അല്ലെ, സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ക്രിസ്തു സ്വതന്ത്രരാക്കി. പക്ഷെ ഇപ്പൊ പറയുന്നത്, നിങ്ങൾ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുതേ. അപ്പൊ നമുക്ക് ഓരോ വാക്കിലേക്കും കടക്കാം. ക്രിസ്തു സ്വതന്ത്രരാക്കി, അതിന്റെ അർത്ഥം നാം സ്വതന്ത്രരായതല്ല, നമ്മുടെ സ്വാതന്ത്ര്യം ദൈവത്തിന്റെ ദാനമാണ്. ഞാൻ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ടോ എന്നല്ല, ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാണ് കാര്യം. യോഹന്നാന്റെ ലേഖനം ഇങ്ങനെ പറയുന്നു, അവൻ മുമ്പേ നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു അല്ലെ. നാം ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നതല്ല, ദൈവം മുമ്പേ നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു എന്നാണ്. അപ്പം നാം സ്വതന്ത്രരായതല്ല, ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയതാണ്. എന്തിനാണ്? നാം സ്വതന്ത്രരായി എപ്പോഴും ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് അല്ലെ. ഞാൻ പറഞ്ഞതുപോലെ നാം വിശ്വാസത്താലാണ് അത് ആ സ്വാതന്ത്ര്യത്തെ അവകാശമാക്കുന്നത്. ഒരിക്കലും സ്വാതന്ത്ര്യം പ്രാപിക്കാൻ വയ്യാത്ത വലിയൊരടിമനുഖത്തിന്റെ കീഴിലായിരുന്നു നമ്മളെല്ലാവരും അല്ലെ. എപ്പോഴും
നമുക്ക് ആ ഓർമ്മ ഉണ്ടായിരിക്കണം. നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം എപ്പോഴും പറയുന്നതാണെങ്കിൽ ഇപ്പൊ ഒന്ന് വായിച്ചു പോകാം. നമ്മൾ അതിക്രമങ്ങളാൽ, എഫേസ്യ ലേഖനം 2:1 മുതലുള്ള വാക്യങ്ങൾ, നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു അല്ലേ. ഇവിടെ പറയുന്ന അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവർ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മയും ക്രിസ്തുവിനോട് ഉയർപ്പിച്ചു. കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 8-ാമത്തെ വാക്യം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാണ്. അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ കാരണമല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. ആ സ്വാതന്ത്ര്യം ആർക്കാണുള്ളത്? ക്രിസ്തുവിലായവർക്ക് മാത്രമുള്ളതാണ് ആ സ്വാതന്ത്ര്യം അല്ലെ. യോഹന്നാന്റെ സുവിശേഷം 8:32 നമ്മൾ എപ്പോഴും പറയുന്ന വാക്യമാണ്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. വേറെ ഒരു അടിമത്തത്തിനും അവിടെ അവകാശമില്ല. നാം സാക്ഷാൽ സ്വതന്ത്രരാണ്. പക്ഷേ ഇക്കാലത്ത് ആ സ്വാതന്ത്ര്യം വളരെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ചവർക്ക് എങ്ങനെയും ജീവിക്കാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യമില്ല അല്ലെ. നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. പക്ഷെ നമ്മൾ പണ്ട് അടിമത്തത്തിലായിരുന്നു, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ക്രിസ്തുവിലൂടെ സ്വാതന്ത്ര്യം പ്രാപിച്ചെന്ന് പറഞ്ഞാലും നമ്മൾക്ക് ആ ക്രിസ്തുവിന്റെ നുകത്തിൻ കീഴിലുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. നമ്മുടെ ഇഷ്ടമല്ല, കർത്താവിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്ന സ്വാതന്ത്ര്യത്തിലാ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയൂ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ക്രിസ്തുവിനെ അറിയാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. എപ്പോഴെങ്കിലും സമാധാനം ഉണ്ടായിരുന്നോ? എപ്പോഴെങ്കിലും സന്തോഷം ഉണ്ടായിരുന്നോ? ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും കിട്ടുമ്പോഴും ഒക്കെ ഉള്ള സന്തോഷം അല്ലാതെ നിത്യമായ ഒരു സന്തോഷം ഒരിക്കലും ഇല്ലായിരുന്നു. എപ്പോഴും ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നാളത്തെക്കുറിച്ചുള്ള ചിന്തകളും എല്ലാം മുമ്പിൽ ഉണ്ടായിരുന്നു അല്ലേ. എല്ലായിടത്തും ചിന്തകളായിരുന്നു. അതൊക്കെ വിടുവിച്ച് വലിയൊരു നിത്യ സമാധാനത്താൽ ദൈവം നമ്മെ ആക്കിയിരിക്കുമ്പോൾ എങ്ങനെ വീണ്ടും ഒരു അടിമത്തത്തിലേക്ക് നമുക്ക് പോകുവാനായിട്ട് കഴിയും? അപ്പൊ ക്രിസ്തുവേശനുള്ള ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ വലിയൊരു സമാധാനവും സന്തോഷവുമാണ് അനുഭവിക്കുന്നത്. അപ്പൊ അതിൽ കൂടി വേറെ ഒരു സ്വാതന്ത്ര്യം നമുക്കില്ല. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സന്തോഷവും സമാധാനവും ദൈവം തരുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മൾ റോമാലേഖനത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മളെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ ദൈവം ആക്കി തീർക്കുകയാണ് ചെയ്തത്. നമുക്കൊരു സ്വാതന്ത്ര്യം. എന്നിട്ട് ഇവിടെ പൗലോസ് പറയുന്നു, നമ്മള് അവിടെ റോമാലേഖനം പറഞ്ഞു പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. പക്ഷേ ഇപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പാപത്തിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു, എല്ലാം പാപത്തിൽ നിന്ന് നമ്മെ ദൈവം വീണ്ടെടുത്തു. പക്ഷെ നാം പാപത്തിന്റെയും ജഡത്തിന്റെയും ആകർഷണ വലയത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. നാം അതിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതുണ്ട്. കാരണം നാം ദൈവത്തിന്റെ മക്കളാകുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും നാം ഈ ജീവിക്കുന്നത് പാപജഡത്തിലായതിനാലും ഈ നമുക്ക് ചുറ്റും പാപലോകമായതിനാലും നമ്മൾ എത്ര ആത്മീയരാണെന്ന് പറഞ്ഞാലും വീണ്ടും നമ്മെ അതിലേക്ക് ആകർഷിക്കുന്ന ഒരു ശക്തി നമ്മുടെ പുറത്തുണ്ട്. നമ്മുടെ അകത്തല്ല, നമ്മുടെ പുറത്തുണ്ട്. ആ ശക്തി നമ്മെ എപ്പോഴും അതിലേക്ക് ആകർഷിക്കുന്നത് കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന അടിമനുഖത്തിൽ ഇനിയും കുടുങ്ങിപ്പോകാൻ ഉറച്ചു നിൽപ്പിൻ. പാപത്തിന്റെ ആ ഒരു പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. പക്ഷെ നാം ഇപ്പോഴും പാപത്തിന്റെയും അതിന്റെ ആകർഷണ വലയത്തിലാണ്. അതിൽ നിന്നും നാം സ്വാതന്ത്ര്യം പ്രാപിക്കണം. ഇവിടെ പൗലോസ് പറയുന്നു, ഉറച്ചു
ഉറച്ചു നിൽപ്പീൻ. ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽപ്പീൻ. ഇംഗ്ലീഷ് പറഞ്ഞ സ്റ്റെഡ് ഫാസ്റ്റ്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകി, പക്ഷെ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് നമ്മുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. ഉറച്ചു നിൽക്കണമെങ്കിൽ എന്താ വേണം? ഒരു എഫേർട്ട് വേണം, ഒരു പ്രയത്നം വേണം. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിൽ ഒരുവനെ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ബിരുദ് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുന്നവൻ, ആ മുൻപിലെത്തുന്നവൻ വലിയൊരു, എല്ലാവരും എഫേർട്ട് എടുക്കുന്നുണ്ട്, എഫേർട്ട് എടുക്കണമെങ്കിൽ എത്രത്തോളം എഫേർട്ട് അവൻ എടുത്താൽ മാത്രമേ അവൻ ആ ബിരുദ് പ്രാപിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുപോലെ മിക്കവാറും നമുക്ക് യുദ്ധക്കളത്തിനെ ഓട്ടക്കളത്തെയൊക്കെയാണ് ക്രിസ്തീയ ജീവിതമായിട്ട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഒരു എഫേർട്ട് വേണം. ദൈവം നമ്മെ സ്വാതന്ത്രരാക്കിയെങ്കിലും ഇപ്പോഴും നാം ആ ഒരു പാപത്തിന്റെയും അതിന്റെയൊക്കെ ആകർഷണ വലയത്തിലായതുകൊണ്ട് നമ്മളുടെ കയ്യിലും ഒരു എഫേർട്ട് വേണം. നാം ഉറച്ചു നിൽക്കണം. ഇവിടെ പറയുന്നുണ്ട് നമ്മള് സ്റ്റേ ഫോക്കസ്ഡ്. നമ്മൾ ആ ഓട്ടക്കളത്തിൽ ഓടുന്ന ബിരുദ് പ്രാപിക്കാൻ എഫേർട്ട് എടുക്കുന്നത് പോലെ നാമും ആ ഒരു എഫേർട്ട് എടുക്കാൻ നമ്മൾ സ്റ്റെഡ് ഫാസ്റ്റ് ആയിട്ട് നാം നിൽക്കുന്ന. നമുക്കറിയാം ഇസ്രയേലിയരുടെ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചതല്ലേ, നല്ലൊരു തുടക്കമായിരുന്നു അല്ലേ. പക്ഷെ അവര് ആർപ്പോടും കിന്നരത്തോടും ഒക്കെ കൂടെ എല്ലാം അവിടുന്ന് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ പിറുപിറുത്തു, അവര് പരീക്ഷിച്ചു, വിഗ്രഹാരാധനയായി, അങ്ങനെ എല്ലാ കാര്യങ്ങളും. എന്തുകൊണ്ടാ? ദൈവം കൂടെ ഇല്ലാഞ്ഞിട്ടാണോ? ദൈവം അവരോട് കൂടെ നടന്നിട്ടും അവരത് ചെയ്തു. കാരണം അവരുടെ മോഹങ്ങളിൽ അവർ അടിപ്പെട്ടു പോയി, മറ്റുള്ളവരുടെ വശീകരണത്തിൽ അടിപ്പെട്ടു പോയി. അതുകൊണ്ട് പക്ഷേ അങ്ങനെ എങ്കിലും അതിൽ രണ്ടുപേർ അവസാനം വരെ നിന്നല്ലേ, യോശുവയും കാലേബും. അത് നമുക്കൊരു പാഠമായി. ഈ കാലത്തിലും ആ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ. ഏത് കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിന് പോലെ ഒരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പിന്റെ ഭാഗമാനാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഈ നാം ലോകക്കാരെ പോലെ ആകാനല്ല, ആ കൃപയാലുള്ള തെരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. അത് ഈ കാലത്തിലും. ഏലിയാവിന്റെ ചരിത്രത്തിൽ പറയുന്നില്ല, ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവഴുത്ത് പറയുന്ന അറിയുന്നില്ലയോ, അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവെ അവർ നിന്റെ പ്രവാചകന്മാരെ എല്ലാം കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്ന ദൈവത്തോട് വാദിക്കുമ്പോൾ അവനുള്ള പാടുണ്ടായതെന്താ? ബാലിനും മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിച്ചു. ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ? അല്ല, ഞാൻ ദൈവത്തിന്റെ കൃപയാലുള്ള തെരഞ്ഞെടുപ്പിന് മൂലം ഏത് കാലത്തിലും ഒരു ശേഷിപ്പെട്ടത് അന്ത്യം വരെയും കാണും. എത്രത്തോളം പീഡനം അനുഭവിച്ചെന്ന് പറഞ്ഞാലും ദൈവത്തെ ആത്മീകമായി അല്ലെങ്കിൽ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞവർ ഒരിക്കലും കേട്ട സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് പൗലോസ് ഇവിടെ പറയുകയാണ്, നിങ്ങൾ ആ കേട്ട സത്യത്തിൽ നിന്ന് പിന്തിരിച്ചു പോകരുത് എന്ന് പറയുന്നുണ്ട്. ഒരിക്കൽ സത്യം, അതുപോലെ തന്നെ ഇതിന് വേറൊരു അർത്ഥമുണ്ട്. ഒരിക്കൽ ആ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചവർ അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം ലഭിച്ചവർ വെറുതെ ലേസിയായിട്ടിരിക്കാനും പാടില്ല. അങ്ങനെ ലേസിയായിട്ടിരുന്നാൽ അടിമത്തത്തിലേക്ക് വീണ്ടും പോകുവാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ. ഗലാത്യർ 5:13 ഇങ്ങനെ പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിന്. അപ്പൊ നമ്മൾ ആ പഴയ പാഠങ്ങളിലേക്ക് വീണ്ടും ആ ഒരു ജഡത്തിന്, നമ്മുടെ ഈ സ്വാതന്ത്ര്യം ലഭിച്ചത് ജഡത്തിന് അവസരമാക്കരുത്. അത് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമാണ്. അത് അവസാനം വരെയും നമ്മൾ കാത്തു പാലിക്കേണ്ടവരാണ് എന്ന് നമുക്ക് അറിയാം അല്ലെ. അതുപോലെ തന്നെ നമ്മള് പത്രോസിന്റെ ലേഖനം പറയുന്നുണ്ട്, സ്വതന്ത്രരായും ഈ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായി നടപ്പീൻ അല്ലെ. ഇപ്പം പലരും ക്രിസ്ത്യാനി എന്ന പേര് പറഞ്ഞതുകൊണ്ട് പലതിനും അടിമത്തത്തിലേക്ക് പോകുന്നുണ്ട്, പല വഷളത്വങ്ങളും ചെയ്യുന്നുണ്ട്. കർത്താവ് അതിനല്ല നമ്മളെ വിളിച്ചത്. ആ ഒരു കൃപയാളുടെ തെരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ശേഷിപ്പിനായിട്ടാ ദൈവം നമ്മെ വിളിച്ചത്. കർത്താവ് പറഞ്ഞ, ഞാൻ നിങ്ങളെ അയക്കുന്നു, എന്നിട്ട് നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും വിശ്വാസികളാക്കാനാണോ ദൈവം പറഞ്ഞത്? അല്ല, ശിഷ്യരാക്കിക്കൊള്ളുവേൻ. കർത്താവിന് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും. ആദ്യത്തത് എന്താ? തന്നോടുകൂടെ ഇരിപ്പാൻ. കർത്താവ് അതാ നമ്മളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്, തന്നോടുകൂടെ ഇരിപ്പാൻ. ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നവരെയാണ് ദൈവത്തിന് ഇഷ്ടം. അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ളവരായി ഇരിക്കണമെങ്കിൽ ദൈവത്തിന് ഏറ്റവും അടുത്തവരായി ഇരിക്കുക. ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ
ഹീബ്രൂസ് എബ്രായ ലേഖനം 10:26 27 പറയുന്നുണ്ട്, മനഃപൂർവ്വം നാം പാപം ചെയ്താൽ നാം കോപാഗ്നിക്ക് മാത്രമേ വീഴത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് അല്ലെ. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ആ ദൈവത്തിന്റെ കോപാഗ്നിയുടെ കീഴിൽ നാം ആയിത്തീരേണ്ടി വരും എന്ന് അവിടെ കാണുന്നുണ്ട്. നമ്മുടെ ഓൾഡ് മാസ്റ്റർ പറയുമായിരിക്കും, നീ ഇപ്പോഴും ബന്ധനത്തിലാണ്, നമ്മളെ ഡിസീവ് ചെയ്യാം. കാരണം പൗലോസ് ഒന്ന് കൊരിന്ത്യർ 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സാത്താൻ നമ്മെ പരീക്ഷിക്കരുത്, നാം അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അത് നമുക്കറിയാം. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ പശ്ചാത്തലമൊക്കെ അറിയാം. മറ്റുള്ളവർ വിചാരിച്ചു പൗലോസൊക്കെ എന്താ പറയുന്നത്, തോറ്റു എന്ന് പറയുന്ന സമയത്ത് പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നല്ലേ. അപ്പം ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെയും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏത് മേഖലയിലും ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ആയിരിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് ഉപദ്രവങ്ങളോടുകൂടെ എല്ലാം കൊടുക്കുമെന്നാ പറഞ്ഞത്. കാരണം ഉപദ്രവം ഉണ്ടാകുമ്പോൾ ദൈവത്തെ വിട്ട് മാറിപ്പോകാനല്ല, ഏത് സമയത്തും ക്രിസ്തുവിനോട് ക്ലിങ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ സാത്താൻ നമ്മെ പരീക്ഷിക്കരുത്, നമ്മൾ അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങി പോകരുത് എന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇനി അടിമനുഖം ഓരോ പദമല്ലേ ഞാൻ എടുത്തത്. അപ്പം ക്രിസ്തു നമ്മളെ എന്തിനാ സ്വാതന്ത്ര്യത്തിലാക്കിയത്? സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മെ സ്വതന്ത്രരാക്കി നമ്മളെപ്പോഴും സ്വാതന്ത്ര്യത്തോടെ ഇരിക്കാനാണ് കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കിയത്. നമ്മൾ വീണ്ടും അടിമത്വത്തിലേക്ക് പോകുവാനല്ല. ഇവിടെ അടിമനുഖം, യോക്ക് ഓഫ് സ്ലേവറി എന്നാണ് പറയുന്നത്. നമുക്ക് പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തികളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്, ഒരു എന്താ പറയുന്നത്, ആർക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു നുഖമാണെന്ന് പറയുന്നുണ്ട്. ഞാനൊന്ന് വായിച്ചു വിടാം, എടുക്കേണ്ട കാര്യമില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 15:10, ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്ക് നമുക്ക് ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ. അപ്പൊ ന്യായപ്രമാണത്തെ കുറിച്ചാണ് പറയുന്നത്, മനുഷ്യർക്ക് ചുമപ്പാൻ കഴിയാത്തൊരു, കാരണം അത് നമുക്ക് അതുകൂടെ രക്ഷ പ്രാപിക്കാൻ ഒരിക്കലും കഴിയാത്ത ഒരു നുഖം എന്നാണ് പറയുന്നത്. ഒരു ചിന്തകൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ന്യായപ്രമാണം എന്ന് പറയുന്നത് നമ്മോട് ഓടുവാൻ പറയും, പക്ഷെ ഓടുവാനുള്ള കൈകളെയോ കാലുകളെയോ നമുക്ക് തരുന്നില്ല. നമ്മൾ ബലഹീനരാണ്, നമുക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ സുവിശേഷം നമ്മളോട് പറയുന്നത്, നമ്മൾ ഓടുവാനും പറക്കുവാനും ഒക്കെ പറയും, പക്ഷെ പറക്കാനുള്ള ആ ചിറകുകളെയും ഓടുവാനുള്ള കാലുകളെയും നമുക്ക് തരുന്നല്ലേ. എന്തൊരു അർത്ഥവത്തായ ഒരു വാചകമാണ് അത്. കാരണം ന്യായപ്രമാണം നമ്മോട് ചെയ്യാൻ പറയും, പക്ഷെ അത് ചെയ്യുവാനുള്ള പ്രാപ്തി നമുക്ക് കിട്ടുന്നില്ല ന്യായപ്രമാണത്തിൽ. പക്ഷെ സുവിശേഷം നമുക്ക് പ്രദാനം ചെയ്ത് നമ്മളോട് ഓടാനല്ല പറയുന്നത്, നമ്മളോട് പറക്കുവാനാ പറയുന്നത്. പക്ഷെ പറക്കുവാൻ പറഞ്ഞാലും പറക്കാനുള്ള ചിറകുകളെ ഓടുവാനുള്ള കാലുകളെയും ദൈവം നമുക്ക് തരുന്നുണ്ട്. എന്താ? ആത്മാവിന്റെ പ്രവൃത്തിയായല്ലേ. ആത്മാവിനാൽ നടത്തപ്പെട്ടവരാ. പഴയ നിയമത്തിൽ അവരുടെ ഹൃദയം കഠിനമായിരുന്നു, അവരുടെ ഹൃദയത്തിൽ ആത്മാവില്ലായിരുന്നു. പുതിയ നിയമത്തിൽ നമ്മെ പുതിയ നിയമത്തിന്റെ അക്ഷരത്തിന്റെ അല്ല, ആത്മാവിന്റെ ശുശ്രൂഷക്കാരാക്കി ആത്മാവിലാക്കിയിരിക്കുകയാണ്. പഴയ നിയമം എന്ന് പറഞ്ഞ അക്ഷരം മാത്രമുള്ള അല്ല, അക്ഷരമായി കൊത്തിയ ശുശ്രൂഷ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ പുതിയ നിയമത്തിൽ നമുക്ക് ദൈവം നമ്മെ തിരഞ്ഞെടുത്തപ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക കാഠിന്യമുള്ള ഹൃദയം നമ്മളിൽ നിന്ന് മാറ്റിയിട്ട് മാംസളമായ ഒരു ഹൃദയം തന്ന് തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പുതുക്കിയിട്ട് നമ്മെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതമാക്കി തീർന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ക്രിസ്തുവേശുവിൽ ഒരു നുഖത്തിന് കീഴിലാണെന്ന് പറഞ്ഞാലും, ആ നുഖത്തിന് കീഴിൽ വലിയൊരു ആശ്വാസമുണ്ട്, ഒരു സമാധാനമുണ്ട്. കർത്താവ് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ, എന്റെ നുഖം മൃദുവും എന്റെ ചുവട് ലഘുവുമാകുന്നു, നിങ്ങൾക്ക് സമാധാനം പ്രാപിക്കാം, നിങ്ങൾക്ക് ആശ്വാസം പ്രാപിക്കാം. പഴയ നിയമത്തിൽ സമാധാനമില്ലായിരുന്നു, ആശ്വാസമില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ സമാധാനമില്ലായിരുന്നു, ആശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ ആശ്വാസവും സമാധാനവും ലഭിക്കുന്ന മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം പണമല്ല, നമുക്ക് വേറെ ഒന്നുമല്ല നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് ആശ്വാസവും സമാധാനവുമാണ്. ആ ക്രിസ്തുവിന്റെ നുഖത്തിന് കീഴിൽ ദൈവം പ്രദാനം ചെയ്യുന്നത് ആശ്വാസവും സമാധാനവുമാണ്. അപ്പം വേറെ ഒന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിത് ആശ്വാസവും സമാധാനവും ഒന്നും കിട്ടുകയില്ല.
പറഞ്ഞതിന് അപ്പം ക്രിസ്തുവേശുവിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മൾക്ക് കഴിയാത്തതിനെ സ്വാധിപ്പാനായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മെ അത് സാധിപ്പിച്ചു തരുന്ന വലിയൊരു പരിശുദ്ധാത്മാവിനെ നമ്മളിൽ തന്നിട്ട് നമ്മളെ ഓടുവാനല്ല, നമ്മളെ പറക്കുവാൻ പ്രാപ്തരാക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം എന്ന് വായിച്ചിട്ട് റോമാലേഖനം 8:3 മുതലുള്ള വാക്യങ്ങൾ. റോമാലേഖനം 8:3 മുതലുള്ള വാക്യങ്ങൾ. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപ ജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. എന്തിനാ? ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കേണ്ടത് തന്നെ. കാരണം ന്യായപ്രമാണത്തിന്റെ നീതി എന്താ? അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും. നമുക്കത് ചെയ്യുവാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. ആർക്കും കഴിയാത്തതിനെ സാധിപ്പാനായിട്ട് കർത്താവിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ട് ഈ ന്യായപ്രമാണത്തിന്റെ നീതിയൊക്കെ നമ്മളെ കൊണ്ട് നിവർത്തിക്കാനായിട്ട് ദൈവം കൃപ തന്നു. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവും നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പൊ ക്രിസ്തുവിലുള്ളവർ എന്താ ചെയ്യേണ്ടത്? ഒരു സ്റ്റെഡ്ഫാസ്റ്റ് ഓട്ടമുണ്ട് നമുക്ക്. ആത്മാവിനാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരപ്പിക്കണം. ഓടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു. കാരണം ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുമ്പോൾ ഒരാളെ ബിരുദ പ്രാപിപ്പാൻ കാരണം എന്താ? കാരണം അല്ലെങ്കിൽ ഓടുന്ന മുമ്പിൽ പോകുന്ന ബിരുദ പ്രാപിപ്പാൻ കാരണം അവരുടെ ജീവിതത്തിൽ ശരിയായുള്ള ചിട്ടകളോട് കൂടിയാണ് അവർ ആ പരിശീലനങ്ങളൊക്കെ ചെയ്യുന്നത്. എത്രയോ കാലത്ത് പരിശീലനം ചെയ്തുകൊണ്ടാണ് അവർ ആ ബിരുദം പ്രാപിക്കുന്നത്. എന്നിട്ട് പൗലോസ് പറയുന്നത് അവരോ വാടുന്നത് നാമോ വാടാത്തതും. കാരണം ഈ ലോകത്തിലെ ഈ ഓട്ടക്കളത്തിൽ ഓടുന്നവർ പരിശീലനം ലഭിച്ച് പ്രാപിക്കുന്ന എന്താ? ഒരു വാടുന്ന കിരീടം പ്രാപിക്കാനാ. ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഒരു ഗോൾഡ് ചെയിൻ വാങ്ങിക്കാനാ, അല്ലെങ്കിൽ ഒരു ഗോൾഡ് കോയിൻ വാങ്ങിക്കാനാ. പക്ഷേ നമ്മൾ ഓടുന്ന എന്തിനു വേണ്ടിയാ? ജീവകിരീടം പ്രാപിക്കാൻ വേണ്ടിയാ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഓട്ടം എങ്ങനെ ആയിരിക്കണം? മറ്റുള്ളവരെക്കാൾ പക്വതയുള്ള ഒരു ജീവിതമായിരിക്കണം, പരിശീലനമുള്ള ഒരു ജീവിതമായിരിക്കണം, ചിട്ടയുള്ള ഒരു ജീവിതമായിരിക്കണം. കാരണം ക്രിസ്തീയ കളത്തിൽ ജീവിതത്തിൽ വരുമ്പോൾ എനിക്കിഷ്ടമുള്ള പോലെ കിടന്നിറങ്ങാൻ ഒക്കത്തില്ല, എനിക്കിഷ്ടമുള്ള എന്റെ കാര്യം ചെയ്യാനൊക്കത്തില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം വചനം വായിക്കാന്നല്ല ഞാൻ എപ്പോഴും പറയാറുള്ളത്. പലപ്പോഴും കുറച്ചു നാളായി ഇപ്പൊ പറഞ്ഞിട്ട് പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളുടെ ആത്മീക ചിട്ടകൾക്ക് വേണ്ടി നമ്മുടെ ഭൗതിക കാര്യങ്ങളെ നാം ക്രമപ്പെടുത്തണം. ഈവൻ നമ്മുടെ ജോലിയെയും നമ്മളുടെ ആത്മീയ കാര്യങ്ങൾ, ആത്മീയ വർധന വെക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ടൈം ടേബിളിനെ നാം ശരിപ്പെടുത്തണം. നമ്മുടെ ഭൗതിക കാര്യങ്ങൾ അനുസരിച്ച് ചിലവരെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഉറങ്ങുന്നതും കുഞ്ഞുങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ട് അവരുടെ ജീവിതത്തിന്റെ ടൈം ടേബിൾ അവർ ക്രമപ്പെടുത്തുന്നല്ലേ. ഇവിടെ അങ്ങനല്ല. ഇവിടെ നമ്മുടെ ആത്മീയതയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഭൗതിക കാര്യങ്ങൾ നാം ക്രമപ്പെടുത്തേണ്ടത്. കാരണം നമ്മുടെ മുമ്പിലുള്ള ഓട്ടം ആ ഓട്ടക്കളത്തിൽ ഓടിത്തീർത്ത് വാടുന്ന കിരീടം പ്രാപിക്കുന്ന ഓട്ടമല്ല. ബിരുദം പ്രാപിച്ച് നിത്യജീവന്റെ അവകാശത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഓട്ടമാ. മറ്റേ ഓട്ടം പ്രാപിച്ചാൽ അത് മരണം വരെ ഉള്ളൂ. ശവക്കല്ലറയ്ക്ക് ഇപ്പുറത്തെല്ലാം വിട്ടേച്ച് പോകണം. കല്ലറയിൽ ഒന്നും കൊണ്ടുപോകാൻ പോലും അനുവദിക്കത്തില്ല. ഇപ്പം വേണേ ഒരു പൂവിടാൻ സമ്മതിക്കുന്നു. പണ്ട് അതും ഇല്ലായിരുന്നു, മണ്ണ് മാത്രമേ ഉള്ളായിരുന്നു അല്ലേ. അതുണ്ട്. പക്ഷെ സത്യമാ പറയുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്ന കുറെ പൂവും കൂടെ കുറെ ഇടും, പക്ഷെ അത് അവിടെ കളഞ്ഞു വെച്ച് പോവാണ്. പക്ഷേ ഈ ഓട്ടം ഉണ്ടല്ലോ, ഇത് ജീവകിരീടം പ്രാപിക്കുന്ന ഓട്ടമാണ്. ഇത് കോടാനുകോടി കാലം ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന കാലമാ. നമ്മളെ കഷ്ടതയും അനിഷ്ടതയുമുള്ള കാലമല്ല, സമാധാനവും സന്തോഷമുള്ള കാലം, ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന കാലമാണ്. അതുകൊണ്ട് വചനം പറയുന്നു, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, ശക്തിപ്പെടുവീൻ, പുരുഷത്വം കാണിപ്പീൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് സ്വാതന്ത്ര്യം പ്രാപിച്ചവർ ആ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കണം. നമ്മളോട് ഓടാൻ പറഞ്ഞു എങ്കിൽ നമ്മളെ ഓട്ടത്തിന് വേണ്ടി ശക്തിയും ബലവും ഇല്ലാതാക്കി തീർക്കുന്നതല്ല, നമ്മളുടെ കാലിനെ ശക്തിപ്പെടുത്തുന്നത്, നമുക്ക് എക്സ്ട്രാ ചിറക് ഫിറ്റ് ചെയ്ത് തരുന്നതാണ് ഈ ഓട്ടം. അതിനുവേണ്ടി ഓടാൻ നമ്മെ പ്രാപ്തരാക്കുന്നതാണ്. അതുകൊണ്ട് നാം ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ തങ്ങളുടെ ഇഷ്ടപ്രകാരം നടക്കുന്നതല്ല, ശരീരത്തിന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട് നാം ജീവിക്കുന്ന അവസ്ഥയിലായി തീരണം. നമ്മളുടെ ആഗ്രഹങ്ങളുണ്ട്,
അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രം സാധിപ്പിച്ചിട്ട് നടക്കാനായിട്ട് ഒക്കത്തില്ല. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഓർക്കുകയായിരുന്നു. നമ്മൾ ആദ്യം ക്രിസ്തുവിലേക്ക് വരുമ്പോഴ്, അല്ലെങ്കിൽ നമ്മളെ മുമ്പ് കാലത്ത്, കർത്താവേ നിന്റെ വഴികളൊക്കെ എനിക്കറിയാം, പക്ഷെ എന്നെ കുറിച്ചുള്ള നിന്റെ പ്ലാനൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്കത് വേണം. അതാ നമ്മുടെ ആഗ്രഹം അല്ലേ? കുറച്ചുകൂടെ കഴിയുമ്പോൾ കർത്താവേ എനിക്ക് അറിയാം, നിന്റെ വഴികൾ ഇങ്ങനെയാണെന്നൊക്കെ അറിയാം, പക്ഷെ എന്റെ ആഗ്രഹമാണ് ഇത് പോകണം അല്ലേ, വേണം. കുറച്ച് കഴിയുമ്പം പറയും കർത്താവേ എനിക്ക് ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, നീ സാധിപ്പിച്ചു തന്നാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓക്കെ. വേറെ ഒരു കാര്യമുണ്ട്, കർത്താവേ എനിക്ക് ആഗ്രഹം ഇതൊക്കെ തന്നെയാണ്, പക്ഷേ എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കണം. ആ നിന്റെ ഇഷ്ടത്തിന് വേണ്ടി എനിക്ക് അത് ഞാൻ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ സംഭവം അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നടത്തി തന്നില്ലെങ്കിൽ അത് നിന്റെ ഇഷ്ടമല്ലെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വലിയ കൃപയും കൂടി എനിക്ക് തരണം. പിന്നെ വേണേ ഒന്നുകൂടെ പറയാം, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണം, ക്രിസ്തുവിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം കൂടെ ആയിത്തീരണം. ഇതാണ് ശരിയായ ക്രിസ്തീയ ജീവിതം. നമ്മൾ ഒത്തിരി പോകാനുണ്ടല്ലേ. നമുക്ക് ഇപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നടക്കുന്നത്. വചനം പഠിക്കുമ്പോൾ നമുക്കിതെല്ലാം മനസ്സിലാകണം. കാരണം നമ്മുടെ ഇഷ്ടങ്ങൾ എവിടെ വരെ ഉള്ളൂ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവിടെ വരെ ഉള്ളൂ. പക്ഷേ നാം ക്രിസ്തുവിന്റെ ഇഷ്ടമായി തീരുമ്പോൾ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ ഇഷ്ടം പോലെ എന്റെ ഇഷ്ടം ആകണേ എന്നൊക്കെ പറയല്ലേ. പക്ഷെ നടക്കുന്നുണ്ടോ എപ്പോഴും? നമ്മൾ എത്ര ബലഹീനരാ. നമ്മൾ ചിന്തിക്കാറില്ലേ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ കർത്താവേ തെറ്റിപ്പോയെന്ന് എപ്പോഴും നമ്മൾ പറയാറില്ലേ? പക്ഷെ ഓരോ പ്രാവശ്യവും ദൈവം നമ്മളെ എത്ര പ്രാവശ്യം ചവിട്ടിക്കളയാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ദീർഘക്ഷമയുള്ള ദൈവമാ ഇപ്പോഴും നമ്മളോട് കരുണ കാണിക്കുക. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം എന്നെ തന്നെ എന്റെ ശരീരത്തിനെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി കളയുകയാണെന്നാ പറയുന്നത് അല്ലേ. അങ്ങനെയുള്ള പൗലോസ് പറഞ്ഞു, ഇപ്പൊ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ ഇത്രത്തോളം വചനം കേട്ട് നാം ഇത്രത്തോളം ദൈവവചനം പഠിക്കുന്നുണ്ട്, എങ്കിലും നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴും കരുണാസമ്പന്നനായ ആ ദൈവം നമ്മെ ആ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് മക്കളാക്കി തീർത്തതുപോലെ ഇപ്പോഴും നമ്മോട് എപ്പോഴും കരുണ കാണിക്കുന്ന ദൈവമല്ലേ. നമ്മൾ എത്രത്തോളം തെറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളെ ശിക്ഷിക്കാതെ ചില ബാലശിക്ഷകൾ തന്ന് മകളെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ കൂടെ നടത്തുന്ന ഒരു ദൈവമല്ലേ. എപ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവം. നമ്മൾ തെറ്റ് ചെയ്താലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഒരു മനസ്സിന് വിഷമം വന്നാൽ കർത്താവേന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ മറുപടി ചെയ്യുന്ന ദൈവമല്ലേ. നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ എപ്പോഴും വഴി നടത്തുന്ന ദൈവം. ഒരു കുഞ്ഞിനെ ഒരു അമ്മ നടത്തുന്നത് പോലെ എപ്പോഴും നമ്മെ നടത്തുന്ന, കുഞ്ഞിനോട് സ്നേഹമുള്ള കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്താലും കുറച്ചു കഴിഞ്ഞാലും ആ അമ്മ ഓടിച്ചെന്ന് മടിയിലെടുത്ത് വെക്കും അല്ലേ. കർത്താവ് അതുപോലെ തന്നെയാ. നമ്മൾ എത്ര തെറ്റ് ചെയ്താലും നമ്മെ തള്ളിക്കളയാതെ കൂടെ ഇരുന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവം അല്ലെ. നമ്മുടെ കയ്യിലെ പരിപാടികളൊക്കെ തോന്നി കഴിഞ്ഞാൽ കർത്താവിന് ഒരിക്കലും സ്നേഹിക്കത്തില്ലെന്ന് തോന്നും. അങ്ങനെയൊന്നും അല്ല. എത്ര സ്നേഹസമ്പന്നനായ ദൈവമാ. നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായ കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കാൻ കഴിയും. ഏത് സാഹചര്യത്തിലും നമ്മോട് എന്നും സംസാരിക്കുന്ന, നമ്മൾ പറയും ചിലപ്പം അന്ന് ദൈവനോട് സംസാരിച്ചു, അന്ന് സംസാരിച്ച ദൈവം തന്നെ ഇന്നും സംസാരിക്കും. എല്ലാ ദിവസവും നമ്മളോട് സംസാരിക്കും. നാം ദൈവത്തെ അനുസരിച്ച് നടന്ന ഏലിയാവിനോട് പറഞ്ഞ ആ ഒരു മൃദുസ്വരം കേൾക്കാനായിട്ട് നമ്മുടെ ഈ ലോകത്തിന്റെ സൗണ്ട് കലപില ശബ്ദമാ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ മൃദുസ്വരം കേൾക്കാനായിട്ട് നമ്മളെ കാതിനെ ഒതുക്കാനായിട്ട് ചിലപ്പോൾ ഒക്കുന്നില്ലായിരിക്കും. പക്ഷെ ആ ലോകത്തിന്റെ സൗണ്ടിൽ നിന്നൊക്കെ അങ്ങോട്ട് മാറിയിട്ട്, എന്തൊരു സൗണ്ടാ ലോകത്തിനല്ലേ. എല്ലാം നമ്മെ അങ്ങോട്ട് മാടി വിളിക്കുക. പക്ഷെ ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യയാക്കിയതാണ്. ആ ഒരു മൃദുസ്വരം കേൾക്കാനായിട്ട് നമ്മുടെ ചെവികളെയും നമ്മുടെ കാതുകളെയൊക്കെ ഒന്ന് കൂർപ്പിച്ചു കൊടുത്താലേ നമുക്ക് ആ മൃദുസ്വരം എന്നും കേൾക്കാനായിട്ട് കഴിയും. മകളെ മകളെ എന്റെ അടുക്കലേക്ക് വരിക എന്ന ഇമ്പമുള്ള ശബ്ദം നമുക്ക് ഇപ്പോഴും കേൾക്കുവാനായിട്ട് കഴിയും. അപ്പൊ ക്രിസ്തുവിന്റെ നുകത്തിന് കീഴിലായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. ഇനി യോക്കം, നുകം. നമുക്കറിയാം നുകം എന്ന് പറഞ്ഞത് എന്താണ്. നുകത്തിന് നമുക്ക് കളയെ പൂട്ടുന്ന ആ നുകത്തിന്റെ രണ്ട് സൈഡിലും പാർട്ടിസിപ്പൻസ് ഉണ്ട് അല്ലേ. ചിലപ്പോൾ രണ്ട് പരിചയമുള്ള മൃഗത്തെ ആയിരിക്കും ഒരുമിച്ച് പൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. ചിലപ്പം പരിചയമുള്ള ഒരു മൃഗത്തെയും പരിചയം കുറഞ്ഞ ഒരു മൃഗത്തെയും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഈ പരിചയം കുറഞ്ഞ ഒരു മൃഗം ഉണ്ടല്ലോ, അപ്പൊ അത് പിന്നെ എനിക്കിഷ്ടമുള്ളത് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവായി തീരും?
ആ പരിചയമുള്ള മുഖം പിന്നെ ആ മൃഗം വലിച്ചു കൊന്ന നുഖത്തിന്റെ കീഴെ പോയിട, അല്ലെങ്കിൽ കുതിർന്നു പോയാൽ എന്ത് ചെയ്തു? അതിന് മുറിവേൽക്കും അല്ലേ? അന്ന് നമ്മൾ ഒരിക്കൽ ഒരു നുഖത്തിൻ കീഴിലായിരുന്നു. പാപത്തിന്റെയും മരണത്തിന്റെയും ആ ഒരു നുഖത്തിന്റെ കീഴിലായിരുന്നു നമ്മള്. അന്ന് ശക്തി ആർക്കായിരുന്നു? പാപത്തിനും മരണത്തിനുമായിരുന്നു ശക്തി. നമുക്ക് ശക്തി ഇല്ലായിരുന്നു. അന്ന് നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നാം സ്വാതന്ത്ര്യം പ്രാപിച്ച് ക്രിസ്തുവിന്റെ നുഖത്തിൻ കീഴിലായിരുന്നപ്പോൾ നമുക്ക് ശക്തിയില്ലെങ്കിലും നമ്മെ നടത്തുന്ന, നമ്മോട് യോക്ക് വെച്ചിരിക്കുന്ന, നമ്മുടെ ഒരു സൈഡിലായിരിക്കുന്ന ക്രിസ്തുവിന്റെ നുഖത്തിൻ കീഴിലാണ് നമ്മള്. ഒരു സൈഡത്തെ ക്രിസ്തുവും നമ്മളും മറ്റേ സൈഡിലും. അങ്ങനെയാകുമ്പോ ശക്തി ആർക്കാ? ക്രിസ്തുവിന്. പക്ഷേ ആ നുഖം എന്തുവാ? നമ്മൾ ആ കുതിരയിൽ പോകുമ്പോ മറ്റേ ആ നുഖത്തിന്റെ കീഴിലായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ അടി കിട്ടുമായിരുന്നു, ബഹളം എല്ലാം കിട്ടും. പക്ഷെ ഇത് മൃദുവായ നുഖമാ. അപ്പൊ ആ ക്രിസ്തുവിന്റെ കുറെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. യോക്കിന്റെ കീഴിൽ സമാധാനമുണ്ട്. പൗലോസിനോട് ഒരിക്കൽ, പക്ഷെ കുതിരയിൽ പോയാൽ അതിന്റെ അനുഭവം നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. പൗലോസിനോട് ഒരിക്കൽ പറഞ്ഞു, നീ മുള്ളിന് നേരെ ഉதைക്കുന്നത് എന്തേ? മുള്ളിന് നേരെ ഉതച്ചാൽ എന്താ? വേദന എടുക്കുമല്ലേ? അപ്പം നാം ക്രിസ്തുവിന്റെ നുഖത്തിലായിരിക്കുമ്പോൾ അതിൽ നിന്ന് പോകുവാനായിട്ട് നാം ശ്രമിക്കരുത്. അതിൽ നിന്ന് വെളിയിൽ പോകുവാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് മുള്ളിന് നേരെ ഉதைക്കുന്നത് പോലെ ആയിരിക്കും. ക്രിസ്തുവിന്റെ മുഖം മൃദുവാണ്. ക്രിസ്തുവാണ് നമ്മെ നയിക്കുന്നത്. നാം നയിക്കുന്നത് പോലെ നമുക്ക് പോയാൽ മതി. നമ്മൾ നമ്മുടേതായ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ക്രിസ്തുവിന്റെ പുറകെ പോകുവാനായിട്ടാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ നുഖത്തെ പോകുക. അപ്പൊ കുതറിയാൽ എന്റെ ഷോൾഡർ വേദനിക്കും, ഞാൻ സഫർ ചെയ്യുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് പൗലോസ് പറയുന്നു ഇവിടെ, നിങ്ങൾ ഏത് നുഖത്തിന് കീഴാ? ക്രിസ്തുവിന്റെ നുഖത്തിന് കീഴിലായിരിക്കുക. അടിമ നുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുതെന്നാ പറയുന്നത്. കാരണം പണ്ടുള്ള നുഖം നമ്മളെ കുടുക്കുന്നതായിരുന്നു അല്ലേ? ആ ഇപ്പോഴത്തെ നുഖം അത് ലഘുവാണ്, മൃദുവാണ്, നമുക്ക് സമാധാനവും സന്തോഷവും നൽകുന്നതാണ്. അതുകൊണ്ട് നാം ഉണർന്നിരുപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. പക്ഷേ പണ്ടത്തെ മുഖം നമ്മെ ആ അടിമത്തത്തിലായിരുന്നെങ്കിൽ നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നത് ലോകത്തിന് അനുരൂപമായി ജീവിക്കാനായിരുന്നു അല്ലേ? ഇപ്പോഴത്തെ മുഖം നമ്മെ കൊണ്ടുപോകുന്ന, നമ്മെ നയിക്കുന്ന ആളാരാ? നമ്മളോട് കൂടെ യോക്ക് വെച്ചിരിക്കുന്ന ഒരുമിച്ച് ക്രിസ്തുവാണ്. അതുകൊണ്ട് ക്രിസ്തുവിന് അനുരൂപമായി ജീവിക്കാനാ നമ്മെ ആക്കിയിരിക്കുന്നത്. തേജസ്സേറിയവരായി ജീവിക്കാനാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഒന്ന് വായിക്കാം, 2 കൊരിന്ത്യർ 3:17, 18, 19. 17, 18. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പോ മൂടുപടം നമുക്കുണ്ടായിരുന്നു ഒരു കാലത്ത്. എല്ലാത്തിന്റെയും മൂടുപടം, പണ്ട് ന്യായപ്രമാണത്തിന്റെ മൂടുപടമായിരുന്നു. എങ്കിൽ നമുക്ക് എന്തിന്റെ മൂടുപടമായിരുന്നു? പാപത്തിന്റെ ആയിരുന്നു, സ്വയത്തിന്റെ ആയിരുന്നു, മുമ്പേ പറഞ്ഞ പോലെ ആ ലിസ്റ്റൊക്കെ നമുക്ക് വെക്കാം. പക്ഷെ ആ മൂടുപടമൊക്കെ നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പൊ ഈ ലോകത്തിന് ആകാതിരിക്കാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുക. ആർക്കനുരൂപമാകാൻ? ക്രിസ്തുവിന് അനുരൂപമാകാൻ. അതുകൊണ്ട് യൂദാപ്പസ്തലൻ പറയുന്ന ഒരു വാക്യം നമ്മൾ വായിക്കാം, 20, 21 വാക്യങ്ങൾ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. യൂദായുടെ ലേഖനത്തിൽ നമുക്കറിയാം, വീണുപോയ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞു, വീണുപോയ ജനത്തെ കുറിച്ച് പറഞ്ഞു, വീണുപോയ ഒരു ജാതിയെ കുറിച്ച് പറഞ്ഞു. അവരെല്ലാം വീണുപോയി. അവരെല്ലാവരും നല്ല തുടക്കമായിരുന്നു. പക്ഷേ അതെല്ലാം എല്ലാവരും വീണുപോയാൻ ഇടയായി തീർന്നു. അപ്പം നമ്മളോട് പറയുക, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന വീണു പോകാനല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ ബിരുദ പ്രാപിക്കുന്നതിന് അവർ സ്റ്റെഡ് ഫാസ്റ്റ് ആയിട്ട് ഓടുന്നത് പോലെ നമ്മളും നമ്മെ തന്നെ സൂക്ഷിക്കുക. അടിമന്തകത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത്. അപ്പൊ സ്വാതന്ത്ര്യം ലഭിച്ചവർ ക്രിസ്തുവിന്റെ അതേ പ്രതിരൂപമായി വളരുവാനാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നാം അടിമന്തകത്തിൽ വീണ്ടും കുടുങ്ങി പോകുവാനായിട്ട് ഇടയാകരുത്. ബാക്കി ഒന്നുകൂടെ നമുക്ക് വായിക്കാം. നമുക്കറിയാവുന്ന വാക്യാണല്ലോ.
സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അതുകൊണ്ട് അടിമമുഖത്തിൽ നാം പിന്നെ ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമമുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. അപ്പൊ കുടുങ്ങി പോകരുതെന്ന് പറയുമ്പോൾ അതിൽ കുടുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളുടെ അനേകം ദൃഷ്ടാന്തങ്ങൾ ദൈവവചനത്തോടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. ദേമാസ് പൗലോസിനോട് കൂടെ നടന്നതാ അല്ലേ. പൗലോസിനോട് കൂടെ നടന്നു. പൗലോസിന്റെ സുവിശേഷ മിഷണറി യാത്രകളിൽ ഉണ്ടായിരുന്നു. പൗലോസിന് ലേഖനമൊക്കെ എഴുതുമ്പോൾ ദേമാസും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പം പറയുന്നുണ്ട്, പൗലോസ് അവസാനം പറയുന്നുണ്ട്, ദേമാസ് എന്നെ വിട്ട് പോയി, ലോകത്തെ സ്നേഹിച്ചു. അത് പതുക്കെ പതുക്കെ പോയതാണ്. അങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ദൈവവചനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിക്കുകയാണ്, നാം അടിമനുഖത്തിൽ കുടുങ്ങി പോകരുതേ. ഒരിക്കൽ നാം കുടുങ്ങിയവരാണ്. അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ക്രിസ്തുവിന്റെ മുഖത്തിലായിരിക്കുന്നു. അതുകൊണ്ട് നാം കുടുങ്ങിപ്പോകരുതേ എന്ന് പറയുന്നുണ്ട്. അടുത്ത വാക്യം, നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലെന്ന് പൗലോസായ ഞാൻ നിങ്ങളെ പറയുന്നു. അപ്പൊ ഇവിടെ പറയുന്നതിന്റെ കർമാനുഷ്ഠാനം അല്ലെ ന്യായപ്രമാണത്തിന്റെ അനുഷ്ഠാനങ്ങളിലൂടെ പ്രവൃത്തികളിലൂടെ സംഭവിക്കുന്ന അപകടത്തെ കുറിച്ചാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രവൃത്തികൾ ക്രിസ്തുവിനെ വിലയില്ലാതെയാക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവും ഇല്ല എന്ന്. അപ്പൊ ന്യായപ്രമാണത്തില് അല്ലാതിരുന്ന അവര്, ക്രിസ്തുവിനെ അറിഞ്ഞവര് വീണ്ടും, നമുക്ക് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു വാക്യം വായിച്ചിട്ട് മുമ്പോട്ട് പോകാൻ അധികം സമയമില്ലല്ലോ. പ്രവൃത്തികൾ 15:1, യഹൂദിയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാൻ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് അവരോട് പറഞ്ഞു. അപ്പം യഹൂദ മതാനുസാരികള് ഗലാത്യ പ്രദേശങ്ങളിൽ വരികയും ആ ഗലാത്യ വിശ്വാസികളോട് പറയുന്നു, നിങ്ങള് പരിച്ഛേദന ഏൽക്കില്ല എങ്കിൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല. അപ്പം ആ ന്യായപ്രമാണത്തിന്റെയും ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം അനുഭവിച്ചവർ ആ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളും കൂടെ ചെയ്താൽ മാത്രമേ രക്ഷ പ്രാപിക്കൂ എന്ന് അവരോട് പറഞ്ഞത് കൊണ്ട് അവരെന്തോ ചെയ്തു, നമ്മുടെ കൂട്ടൊന്നും വചനമൊന്നും അവരുടെ കയ്യിൽ ഇല്ലായിരുന്നുകൊണ്ട് പൗലോസിന് അവിടുന്ന് പോയി. അതുകൊണ്ട് അവര് ആ പ്രവൃത്തിയിലേക്ക് ആകർഷിക്കാനായിട്ട് ഇടയായി തീർന്നു. അവരുടെ വഞ്ചന വാക്കുകൾ അവർ ആയിപ്പോകാനായിട്ട് ഇടയായി തീർന്നു. അവർ പറഞ്ഞതുപോലെ പരിച്ഛേദന ഏറ്റു കാണും, ചില പ്രവൃത്തികളൊക്കെയും ചെയ്യുമായിരുന്നു. അപ്പം പൗലോസ് പറയുകയാണ്, നിങ്ങള് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കൊണ്ടൊരു പ്രയോജനവുമില്ല എന്ന് പറയും. നമ്മൾ ഈ ഗലാത്യ ലേഖനം 2:21 കണ്ടതല്ലേ, ഞാൻ ദൈവത്തിന്റെ കൃപ വ്യർത്ഥമാക്കുന്നില്ല, ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വ്യർത്ഥമായി എന്ന് പറയുന്നത്. നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ നിങ്ങൾ ക്രിസ്തുവിനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് വെച്ചാൽ ക്രിസ്തു മരിച്ചത് വെറുതെയായി, ക്രിസ്തുവിന്റെ ക്രൂശിനെ വ്യർത്ഥമാക്കുന്നതാണ്. കാരണം ക്രിസ്തുവാണ് സമ്പൂർണ്ണ രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്നത്. ക്രിസ്തുവിനോട് കൂടെ വേറെ ഒന്നിന്റെ ആവശ്യമില്ല അല്ലേ, ഒന്നും ആവശ്യമില്ല. ക്രൈസ്റ്റ് പ്ലസ് സീറോ അല്ലെ, ഒന്നും വേണ്ട രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ക്രിസ്തു മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ രക്ഷ പ്രാപിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ വേറെ പല കാര്യങ്ങളൂടെ പോയാൽ ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാക്കിയല്ലേ ചെയ്യുന്നത്. അപ്പൊ ക്രിസ്തു മരിച്ചത് വെറുതെ ആയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ കൃപയാൽ വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ചവർ വേറൊരു പ്രവൃത്തിയും കൂടെ വേണം രക്ഷയ്ക്ക് കാരണമായി എന്ന് പറയുവാൻ ക്രിസ്തുവിന്റെ ക്രൂശിനെ വ്യർത്ഥമാക്കിയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് ക്രിസ്തുവിനെ കൊണ്ട് അവർക്കൊരു യാതൊരു പ്രയോജനവുമില്ല എന്ന് പറയുന്നത്. പറഞ്ഞ ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയുമില്ല, അഗ്രചർമ്മവുമില്ല എന്ന് പറയുന്നുണ്ട്. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ പ്രധാനമെന്ന് കാര്യമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മള് റോമാലേഖനം 9:31-32 കൂടെ വാക്യം വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്, അവരുടെ ജീവിതത്തെ കുറിച്ച് പറയുകയാണ്. അവര് ഇസ്രായേൽ പരാജയപ്പെടാൻ കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. നീതിയുടെ പ്രമാണം 9:31, നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേൽ ആ പ്രമാണത്തിൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസമല്ല, പ്രവൃത്തികളെ അന്വേഷിച്ചുകൊണ്ട് തന്നെ അതിൽ അവർ ആ ഇടർച്ചക്കല്ലിൽ ഇടറി. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കിൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കാൻ പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് പറയുന്നു, നീതിയുടെ പ്രമാണം പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. എങ്ങനെയാ പ്രാപിച്ച? വിശ്വാസമുള്ള നീതി തന്നെ. എന്നാൽ നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേൽ ആ പ്രമാണത്തിലെത്തില്ല. അതെന്തുകൊണ്ട്? അവര് വിശ്വാസമല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചു. കാരണം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ചെയ്ത് നീതി പ്രാപിക്കാമെന്ന് അവര് അന്വേഷിച്ചു. അതുകൊണ്ടാണ് അവര് ആ പ്രമാണത്തിൽ എത്തിയില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ക്രിസ്തുവിനാൽ സ്വാതന്ത്ര്യം പ്രാപിച്ച രക്ഷയ്ക്ക് വേറെ ക്രിസ്തു അല്ലാതെ യാതൊരു മാർഗവും ഇല്ല എന്ന് പഠിച്ചു എന്ന് പറയാൻ കാരണം പൗലോസ് അപ്പോസ്തലനാ.
അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന്, പൗലോസ് വേറെ ഒന്നും പ്രസംഗിക്കത്തില്ല അല്ലെ, ക്രിസ്തുവിനോട് രക്ഷ മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ. അങ്ങനെ വന്നവർ വീണ്ടും പഴയ പ്രമാണത്തിലേക്ക് പോവുകയാണെങ്കിൽ, പോകുന്നത് കൊണ്ട് പൗലോസ് പറയാണ്, നിങ്ങൾക്ക് ക്രിസ്തുവിനെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ക്രിസ്തു മരിച്ചത് വെറുതെ ആയിപ്പോയി. നിങ്ങൾ ക്രിസ്തുവിന്റെ ക്രൂശിൽ ആശ്രയിച്ചാ വന്നതെങ്കിൽ വേറെ എന്തൊക്കെയോ രക്ഷയ്ക്ക് വേണം എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾ ക്രിസ്തു മരിച്ചത് വെറുതെ ആയി എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്തുവിനെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അർത്ഥം, കൃപയും ന്യായപ്രമാണവും കൂടെ കൂട്ടിച്ചേർക്കരുത്. കൃപയിലേക്ക് വന്നപ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യം ലഭിച്ചവരാണ്, ന്യായപ്രമാണത്തിലേക്ക് നിങ്ങൾ പോവുകയാണ്, വീണ്ടും അടിമത്തത്തിലേക്ക് ആകുകയാണ്. അതുകൊണ്ട് പറയുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പേൻ, അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങി പോകരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ അത് നമ്മൾക്കും മാതൃകയായിരിക്കട്ടെ. ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.